ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ വന്നേക്കുന്നതേ നമുക്കൊരു കുഞ്ഞ് സ്നാക്ക് ഉണ്ടാക്കാം. കുഞ്ഞുങ്ങളൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഒരു ബീട്രൂട്ടും കൊണ്ട് നല്ലൊരു സ്നാക്ക്. ഒരു 2 കപ്പ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്ത് തേങ്ങയുണ്ട്, ഏത്തപ്പഴമുണ്ട്, റവയുണ്ട്. അന്നേരം ഇതിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ബർഫിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ക്യാരറ്റ് ബർഫി, ബീട്രൂട്ടിൻ്റെയും ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നേരം ഇതിന് നമുക്ക് എന്ത് വേണമെങ്കിലും ബീട്രൂട്ട് ബർഫി എന്നോ, ബീട്രൂട്ട് കോക്കനട്ട് ബർഫി എന്നോ, ബീട്രൂട്ട് ബനാന ബർഫി എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇതെല്ലാം നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. 2 കപ്പ് ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ വേണം, ചിരകിയ തേങ്ങ അതിലിടണം. കുറച്ച് റവ, ഒരു 1/2 കപ്പ് റവ, കുറച്ച് മതി. 1/2 കപ്പ് റവ. പിന്നെ ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉരുക്കി വെച്ചേക്കുക. പഞ്ചസാരയും കൈ കുറച്ചും കൂടെ നല്ല ശർക്കരയല്ലേ, നല്ല ശർക്കരയാണെങ്കിൽ പഞ്ചസാരയും കൈ നല്ലതാണ്. പിന്നെ ഒരു ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ കുറച്ച് നെയ്യ് വേണം. പിന്നെ എല്ലാം പാകമായി വരുമ്പം ഇടാനായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ച് പുറത്ത് വിതറണം. ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ബീട്രൂട്ട് ബർഫിക്ക് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. നമുക്ക് പാൻ ഒന്ന് കത്തിച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ ബീട്രൂട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി, നല്ല ചൂടായി. നമുക്കിനി ഈ ബീട്രൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 കപ്പ് ബീട്രൂട്ട് ഉണ്ട് കേട്ടോ. ആ നെയ്യിൽ കിടന്ന് ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാം. ഒരു 1/2 കപ്പ് വെള്ളമുണ്ട്. 1/2 കപ്പ് വെള്ളം ഇനി ഇതിലോട്ട് ഒഴിക്കാം. ഒഴിച്ചിത് നന്നായിട്ടൊന്ന് വേവട്ടെ. നമുക്കത് മൂടി വെച്ചേ, അതിന് പെട്ടെന്ന് അങ്ങ് വേവും. നമ്മുടെ ബീട്രൂട്ട് വെന്തോന്ന് നോക്കാം. നമുക്ക് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കണം. ശർക്കരയെ കിടന്ന് ഒന്നും കൂടെ നന്നായിട്ട് വെന്ത് ആ ശർക്കരയുടെ വെള്ളം എല്ലാം കൂടെ വറ്റി വരണം. അത്രയും നേരം കൂടെ ഒന്ന് വേവിക്കാം. ഈ ശർക്കര അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാമേ. ഇത് മുഴുവനും ഒഴിക്കണ്ട. ഇത് 1 കപ്പ് ശർക്കരയുണ്ട്, ഉരുക്കിയതാ കേട്ടോ. കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരുപാട് മധുരം വേണ്ടല്ലോ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം നമുക്ക്. ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് ശർക്കരയുടെ പാനിയൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അന്നേരം ബീട്രൂട്ടിലോട്ട് മധുരം നല്ലതായിട്ട് പിടിക്കുകയും ചെയ്യും. ഇത്രയും മതിയായിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ മധുരം. ഇത്രയും മധുരം മതി. ഞാൻ കുറച്ചേ ഒഴിച്ചോളൂ, ഒരു 3/4 കപ്പേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതും കൂടെ ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇനി നമുക്കൊന്ന് തുറന്നിട്ടേ അത് പകുതി ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ തേങ്ങയും റവയും പഴവും ഒക്കെ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഈ റവ ഇട്ട് കൊടുക്കാമേ. തേങ്ങ, നമ്മുടെ പഴം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നിടം വരെ നമുക്ക് ഇളക്കാം. ഒരു ഇത്തിരി നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ആ നെയ്യിൽ കിടന്നത് നന്നായിട്ട് വഴന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകം വേണം. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റും കേട്ടോ. അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി. ഇനി കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഇങ്ങനെ ആവുമ്പം പെട്ടെന്ന് വെള്ളമൊക്കെ അങ്ങ് മുഴുവനും അങ്ങ് വറ്റും. നമ്മുടെ ബീട്രൂട്ട് ബർഫിയുടെ വെള്ളമെല്ലാം വറ്റി. ഇനി ഇങ്ങനെ കുറച്ച് നേരം കൂടെ ഇളക്കി ഒരു നമ്മുടെ അലുവ കിണ്ടത്തില്ലേ, ഏകദേശം ആ പരുവൊക്കെ ആവണം. അതുപോലെ സമയമൊന്നും എടുക്കത്തില്ല, പെട്ടെന്നാവും. കുറച്ചല്ലേ ഉള്ളൂ, കുറച്ചും കൂടെ ഒന്നാവട്ടെ. നമ്മുടെ ബീട്രൂട്ട് ബർഫി ഏകദേശം പാകമായിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് ഇത്രയും മതി. ഈ പരുവത്തിന് എടുക്കണം. ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഈ പാത്രത്തിലോ അല്ലെങ്കിൽ വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഒന്ന് തണുത്ത് കഴിയുമ്പം നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ബീട്രൂട്ട് ബർഫി ഉണ്ടാക്കി. ഒരു ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്തെങ്കിലും ഒരു നല്ല കുറച്ച് വിസ്താരമുള്ള ചെറിയ ടിന്നുകളുടെയൊക്കെ അടപ്പോ അങ്ങനെ ഒന്നും മോൾഡൊന്നും ഇല്ലാത്തവർ അടപ്പിനകത്ത് വെച്ച്
അടപ്പിൽ കുറച്ച് എണ്ണ തൂത്തിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ട് പിന്നെ കമിഴ്ത്തി തട്ടി ഇട്ടാൽ അതിന് പോരും. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ബോൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 2-3 ദിവസമൊക്കെ പിള്ളേർക്ക് കഴിക്കാൻ പറ്റും. അതിൽ കൂടുതൽ ദിവസമൊന്നും ഇരിക്കത്തില്ല. നമ്മളങ്ങ് പാനിയാക്കുന്നില്ലല്ലോ ശർക്കരയൊന്നും. ഇപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയണം. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.